Hydro power plants. The energy of water utilized for generation of power using kinetic energy and potential energy of water by motion and position respectively. നമുക്കറിയാം വാട്ടറിൽ അല്ലെ, നമ്മുടെ വാട്ടറില് രണ്ടു തരം എനർജീസ് ആണ് ഉള്ളത്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും അല്ലെ. കൈനറ്റിക് എനർജി, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്താ പറയാ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് കൈനറ്റിക് എനർജി, ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനുള്ള ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണ് ഉള്ളതെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാട്ടറിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം വാട്ടർ, വാട്ടറിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മുടെ ഹൈഡ്രോ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് the energy of water utilized for generation of power using kinetic energy and potential energy of water by motion and position respectively. Okay, water power or hydropower. Hydropower is considered as one of the most economic and non-polluting sources of energy. അല്ലെ, എക്കണോമിക് ആണ്, നോൺ പൊള്യൂട്ടിങ് എന്തുകൊണ്ടാ, ഇറ്റ് ഇസ് എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലെ. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ് ഹൈഡ്രോ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, നാച്ചുറൽ എനർജി ആണ് അല്ലെ, നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നോൺ പൊള്യൂട്ടിങ് സോഴ്സസ് ഓഫ് എനർജി ആണ്. ഓക്കെ, പവർ ജനറേറ്റഡ് ഫ്രം വാട്ടർ ഈസ് ടേംഡ് ആസ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി പവറിനെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. Hydroelectricity means electricity generated by hydropower or from the use of the gravitational force of falling or flowing water. നമ്മൾ വാട്ടറിൽ നിന്ന് ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ ഫോളിങ് വാട്ടറിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ എനർജി യൂസ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ പവർ. On September 13, 1882, the world's first hydroelectric power plant began operation on Fox River in Appleton, Wisconsin, USA. അപ്പൊ USA-ലാണ് ഫസ്റ്റ് ഹൈഡ്രോ പവർ പ്ലാന്റ് 1882 സെപ്റ്റംബർ 13 എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിന് ജനറൽ അവയർനെസ്സിന് പറഞ്ഞേ ഉള്ളൂ. Hydroelectric power. When the hydroelectric power is harnessed from the source to produce electricity, then it's called hydroelectric power. Hydro power നമ്മൾ എന്തിനാ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയാ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. Through hydropower, the energy in falling water or fast running water is converted into electricity without using up the water. ഓക്കെ, അത് നമുക്കറിയാലോ. നമ്മൾ അതിൽ നിന്ന് ഫ്ലോളിംഗ് വാട്ടറിന്റെ എനർജിയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. The setup which is constructed to derive electrical energy from hydropower is called hydroelectric power plant. എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ പോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഹൈഡ്രോ പവർ യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഹൈഡ്രോ പവർ എനർജി. Hydropower or tidal power is the power derived from the energy of falling water or fast running water, which may be harnessed for useful purposes. It is the form of renewable energy that uses the potential energy of water stored in dam or kinetic energy of the water flowing through a river or a lake for useful purposes by converting it into other forms of energy. Okay. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ,
ഇറ്റ് ഇസ് എ ഫോം ഓഫ് റിന്യൂവബിൾ എനർജി. നമ്മൾ പറഞ്ഞു റിന്യൂവബിൾ എനർജി ആണ്, വാട്ടർ ആണ്, നാച്ചുറൽ സോഴ്സസ് ഓഫ് എനർജി ആണ്, റിന്യൂവബിൾ ഫോം ഓഫ് എനർജി ആണ്. ദാറ്റ് യൂസസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം. നമുക്കറിയാം നമ്മുടെ ആ കൺസ്ട്രക്ഷൻ അല്ലെ, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഡാം ആയിരിക്കും കൂടുതലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് എക്സാമ്പിൾ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാംസ് ആണ് അല്ലെ. ഡാം എന്ന് പറയുന്നത് ഒരു റിസർവോയർ ആണ്. എന്ത് പിന്നെ അതിന് വലിയൊരു റിസർവോയർ ഉണ്ടാകും, വാട്ടർ കളക്ട് ചെയ്യാനുള്ള റിസർവോയർ ഉണ്ടാകും. അപ്പൊ കളക്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫ്ലോയിങ് വാട്ടർ നമ്മൾ ഒരു പൊസിഷൻ റെസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാറ്റിക് പൊസിഷനിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു ഡാം ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഡാമിനുള്ളിൽ വാട്ടർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പൊസിഷനിലായിരിക്കും അല്ലെ, സ്റ്റേറ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള വാട്ടർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതിനുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ്, ഗ്രാവിറ്റി ആൻഡ് ദി ഹൈറ്റ് അല്ലെ. അതൊക്കെ നമുക്കറിയാം. MgH പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MgH ആണ് അല്ലെ. മാസിനെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ ഗ്രാവിറ്റിനെയും H എന്ന് പറയുന്ന ഹൈറ്റ്, എത്രത്തോളം ഉയരത്തിൽ നിന്നാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത്രയും ഹൈറ്റിനെയൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഡാം എന്ന് പറയുന്നത് നമുക്കറിയാം അത് കുറച്ച് ഉയരത്തിലായിരിക്കും അത് എന്ത് ചെയ്യാം, അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത്രയും ഉയരത്തിലുള്ള ഡാമിൽ നമ്മളൊരു വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ വാട്ടർ ഫ്ലോയിങ് വാട്ടറിന്റെ ഡയറക്റ്റ്, അതായത് റിവറിലൂടെ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വാട്ടറിലെ കൈനറ്റിക് എനർജി, അതായത് വാട്ടർ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് മൂവിംഗ് ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിയാണ്, അതായത് കൈനറ്റിക് എനർജി ആയിരിക്കും. ആ കൈനറ്റിക് എനർജിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വാട്ടറിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. Then potential and kinetic energy. Potential energy is the stored energy in an object or system because of its position or configuration. പറഞ്ഞ കാര്യങ്ങൾ തന്നെ. The kinetic energy of an object is related to other moving and stationary objects in its immediate environment. അപ്പോൾ kinetic energy എന്ന് പറയുന്നത് മൂവിംഗ് ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിനെയാണ് kinetic energy എന്ന് പറയുന്നത്. Okay. Then, the kinetic energy of moving water is used by hydropower plants to give mechanical energy to turbines, which in turn converted to electric energy through generators. നമുക്കറിയാം ജനറേറ്റേഴ്സ് അല്ലെ, ഹൈഡ്രോ പവർ പ്ലാന്റ്സിലൊക്കെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് അറിയാം അല്ലെ. അവിടെ ഒരു ടർബൈൻ ഉണ്ടാകും, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും, ആ ഡാമിന് തൊട്ട് താഴെയായിട്ട് ഒരു ടർബൈൻ ഉണ്ടാകും, ടർബൈനിൽ കണക്ട് ചെയ്തിട്ട് ഒരു ജനറേറ്റർ ഉണ്ടാകും അല്ലെ. എന്താ ചെയ്യുന്നത്, ഡാമിൽ കളക്ട് ചെയ്ത് വാട്ടർ, അതായത് പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെ, നമ്മുടെ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള സമയത്ത് ആ വാട്ടറിലുള്ള ആ ഒരു ഇൻലെറ്റ് അല്ലെ, ഔട്ട്ലെറ്റ് നമ്മൾ തുറന്നു വിടും അല്ലെ. നമ്മൾ ആ റിസർവോയറിലുള്ള ആ ഔട്ട്ലെറ്റ് നമ്മൾ തുറന്നു വിടും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൈനറ്റിക് എനർജി, ഈ ഫ്ലോയിങ് വാട്ടർ ഇവിടെ ഉണ്ടാകുന്ന ടർബൈനിലേക്ക് അല്ലെ, ടർബൈനിലേക്ക് വന്നടിക്കും അല്ലെ, വന്ന് ഫ്ലോ ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ടർബൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും, കറങ്ങാനായിട്ട്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ടർബൈനിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത്, അതായത് വാട്ടറിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ കൈനറ്റിക് എനർജി ടർബൈൻ കറക്കാനായിട്ട് യൂസ് ചെയ്തു. അതായത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ഈ മെക്കാനിക്കൽ എനർജി ടർബൈനിൽ ഉണ്ടാകുന്ന ജനറേറ്റർ ഈ മെക്കാനിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് വർക്കിംഗ് ഓഫ് എ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്, ഹൈഡ്രോ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ. In hydropower plant, the water is utilized to move the turbines, which in turn run electric generators. The potential energy of water stored in the dam gets converted into the kinetic energy of the moving water in the penstock. Penstock എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡാമിന്റെ, അതായത് ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ ഒരു കമ്പണന്റ് ആണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. Okay. And this kinetic energy gets converted into the electrical energy with the help of turbine and generator combination. Turbine and generator combination TG combination എന്ന് പറയും. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഈ kinetic energy പെൻസ്റ്റോക്കിൽ, അതായത് പെൻസ്റ്റോക്കിലൂടെയാണ് നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ആ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന് ഉണ്ടാകുന്ന കിനറ്റിക് എനർജിനെ ടർബൈൻ, ജനറേറ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ടും ദെൻ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും.
Hydropower plant was invented by H.F. Rogers. Hydropower plant fulfills the 30% of the total energy needs of the world. നമുക്കറിയാം നമ്മൾക്ക് എത്രത്തോളം എനർജി വേണോ അത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി വേണോ അതിന്റെ 30% പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണ്. 30% of the needs of energy will fulfill by the hydropower plant. Total hydro potential of the world is 5,000 gigawatt. Okay. General awareness പറയുന്നുള്ളൂ. Hydroelectric power plant. Hydroelectric power plants use the potential energy of the water stored in a reservoir to operate turbines. Turbines are connected to large generators and can operate on varying volumes of the water to adapt to changing demand for electricity. അല്ലെ, നമ്മളിങ്ങനെ ഡാം ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും, റിസർവോയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Hydroelectric power plant capacity is related to the height and the capacity of the reservoir and require certain conditions in local geography in addition to a water source. നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റ് എത്രത്തോളം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദി ഹൈറ്റ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ദി റിസർവോയർ. ഡാമിൽ ഉണ്ടാകുന്ന റിസർവോയറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അതായത് വോളിയത്തിനനുസരിച്ചും അതിന്റെ ഹൈറ്റ് അത് എത്രത്തോളം ഉയരത്തിലാണെന്നുള്ളതിനെ കുറിച്ചും അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. എത്രത്തോളം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. ആ പൊട്ടൻഷ്യൽ എനർജി ആണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഹൈറ്റ് കൂടുതലായിട്ട് നമ്മൾ ഡാം കുറെ മുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അത്രയും നമ്മുടെ വാട്ടറിന്. ആ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ട് വരുമ്പോൾ അത് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കൽ എനർജിക്കും ഭയങ്കര പവർ ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് എന്തുണ്ടാക്കും, അത്രയും പവർ എക്സിസ്റ്റ് ചെയ്യും. അതിലും അത്രയും പവർ എക്സിസ്റ്റ് ചെയ്യും. അത്രയും പവറുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Okay. Then hydro is a renewable energy source and most cost effective than many other renewable sources of energy such as photovoltaic. നമ്മൾ ഫോട്ടോവോൾട്ടൈക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, സോളാർ സെല്ലിനെ കുറിച്ച് അല്ലെ. സോളാർ സെൽ എന്നൊക്കെ പറയുന്നത് സോളാറിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിരുന്നു ഫോട്ടോവോൾട്ടൈക് എന്ന് പറയുന്നത്. പക്ഷെ അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ്ലി ആണ്, കുറച്ചൊക്കെ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻസും വർക്ക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് ഡാം അല്ലെങ്കിൽ ഈ ഹൈഡ്രോ പവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു തവണ നമ്മൾക്ക് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടും ആ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ് നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ടും വേണ്ടത്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അധികം കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഡാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വേണം, ഒരു തവണ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ നല്ല കോസ്റ്റ്ലി ആണ്. പക്ഷെ അതിൽ നിന്ന് പിന്നീട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Okay. Hydropower currently provides about 25% of the world's electricity and is very flexible in scale. Okay, commercial installation range from 1 megawatt up to the largest installation to date of 18,400 megawatts. So, general awareness പറയുന്നുണ്ട് കേട്ടോ. If ഡയഗ്രാം ഓഫ് ഹൈഡ്രോ പവർ പ്ലാന്റ്, ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ ഉണ്ടാവുന്നതുള്ളത് നമ്മൾ നേരത്തെ ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു സ്കെച്ച് ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഒരു റിസർവോയർ വരയ്ക്കാം, പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ടർബൈൻ വരയ്ക്കാം അല്ലെ. അതിൽ നിന്ന് വരുന്നത് പെൻസ്റ്റോക്കിലൂടെ വരും. പിന്നെ ഒരു ടർബൈൻ വരയ്ക്കാം, ടർബൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജനറേറ്റർ ഉണ്ടാകും. അത്രേ ഉണ്ടാവുള്ളൂ ഒരു ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ ഒരു സ്കെച്ച് എന്ന് പറയുകയാണെങ്കിൽ. ഇഫ് വാട്ടർ സോഴ്സ് is in abundance, then the water power is very cheap. Though initial investment is high, the operating costs are quite low when compared to the other power plants. നമ്മൾ പറഞ്ഞല്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഹൈ ആയിരിക്കും. അതായത് കൺസ്ട്രക്ഷൻ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, നമുക്കത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ദി അതർ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെ പോലെയുള്ള വേറെ പവർ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് പറയാം, ഇങ്ങനെയുള്ള ഹൈഡ്രോ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, construction എന്ന് പറയുന്നത് ബേസിക് കമ്പോണൻസ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് പ്രൈമറി എലമെന്റ്, കാച്ച്മെന്റ് ഏരിയ, റിസർവോയർ, ഡാം, പ്രൈം ഓവർ,
then powerhouse and equipments. Then safety devices are spillways, surge tank, trash track, switch gears, and other protecting devices. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതിന്റെ പേരുകളൊക്കെ. വർക്കിംഗ് എന്ന് പറയുന്നത് the flowing water is directed at turbines, which causes the turbines to rotate, converting water's kinetic energy into mechanical energy. The mechanical energy produced by turbine is converted into electrical energy using a turbine generator. Inside the generator, the shaft of the turbine spins a magnet inside coils of copper wire, which in turn produces electric current. അപ്പം നമുക്കവിടെ ജനറേറ്ററിന്റെ അകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ വർക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ജനറേറ്ററിന്റെ അകത്ത് ഒരു ഷാഫ്റ്റ് ഉണ്ടാകും. ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതിലൊരു മാഗ്നറ്റ് ഉണ്ടാകും. ടർബൈനിൽ നിന്നുള്ള മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് ജനറേറ്ററിലേക്കാണ്. ആ ജനറേറ്ററിന്റെ അകത്ത് ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാകും. ഷാഫ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ മാഗ്നറ്റ് അവിടെ എന്താ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെ അവിടെ എന്താ ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ അവിടെ കൺസ്ട്രക്ട് ചെയ്യും അല്ലെ. ഒരു മാഗ്നറ്റ് ഉണ്ടാകുമ്പോൾ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജനറേറ്ററിൽ നടക്കുന്ന വർക്കിംഗ്. അത് നിങ്ങൾക്ക് ശരിക്കും അത് ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല. നിങ്ങൾ എന്താണ് മൊത്തത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ഇവിടെ മാഗ്നറ്റിനെ കുറിച്ചും കോപ്പർ വയറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജനറേറ്ററിനകത്ത് എങ്ങനെയാണോ അതിന്റെ ഒരു കൺവേർഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ കുറച്ച് ഡയഗ്രാംസ് കാണിച്ചു തന്നുള്ളൂ. ടൈപ്സ് ഓഫ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാം ആൻഡ് റൺ ഓഫ് റിവർ. അപ്പൊ രണ്ട് ടൈപ്സ് ആണ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ഉള്ളത്. ഡാം എന്ന് പറയും, റൺ ഓഫ് റിവർ. അപ്പൊ രണ്ട് ടൈപ്സിലാണ് നമുക്ക് ഹൈഡ്രോ പവർ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഡാം നമുക്ക് പൊതുവെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഡാം എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് റിക്വയർസ് ഡാം ടു സ്റ്റോർ റിവർ വാട്ടർ ഇൻ റിസർവോയർ. ദ ഡാം ആക്ട് ആസ് വാട്ടർ എമൗണ്ട് and water levels controller. Large capacity hydropower commonly to be this type. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഡാം ടൈപ്പ് ഉള്ള ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ് അല്ലെ. എന്താന്ന് വെച്ചാല് ഡാമിലും റൺ ഓഫ് റിവറിലും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഡാമിന് എന്തുണ്ടാകും, ഒരു റിസർവോയർ ഉണ്ടാകും. അതായത് ഒരു കളക്ഷന് വേണ്ടിയിട്ടുള്ള, അതായത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു റിസർവോയർ ഉണ്ടാകും ഡാമിൽ. അവിടെ വാട്ടർ ഒക്കെ കളക്ട് ചെയ്ത് വെക്കാൻ അല്ലെ, നമുക്ക് ആവശ്യം, നമുക്ക് കൂടുതലായിട്ട് വാട്ടർ കിട്ടുന്ന സമയത്ത് അത് കളക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് എന്തുണ്ടാകും, ഒരു റിസർവോയർ ഡാമിൽ എക്സിസ്റ്റ് ചെയ്യും. റൺ ഓഫ് റിവർ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ഹാസ് നോ വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റി. എന്തുണ്ടാവില്ല, ഒരു വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു റിസർവോയർ ഉണ്ടാവില്ല. ഏതിന്, നമ്മുടെ റൺ ഓഫ് റിവർ പവർ പ്ലാന്റിൽ. or a little amount of water storage called pondage. അല്ലെങ്കിൽ ചെറിയൊരു പോണ്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. This type of power plant can serve as peak load or base load power plant. അപ്പം പീക്ക് ലോഡിന് അല്ലെങ്കിൽ ബേസ് ലോഡ് പവർ പ്ലാന്റിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റൺ ഓഫ് റിവർ ആണ്. റൺ ഓഫ് റിവർ പവർ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ടെങ്കിൽ, കൂടുതൽ എമൗണ്ടിൽ നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, റൺ ഓഫ് റിവർ പവർ പ്ലാന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ അല്ലെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആരോ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പും ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമുള്ള രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയായിരിക്കും, ഡാം കൺസ്ട്രക്ട് ചെയ്താലുണ്ടോ ഇവിടെ എന്തായിട്ടൊരു റിസർവോയർ, ഇതായിരിക്കും നമ്മുടെ റിസർവോയർ എന്ന് പറയുന്നത്. നമുക്ക് വാട്ടർ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്പേസ്, ഒരു എന്താ പറയുക സ്റ്റോറേജ് ഏരിയ, അതിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കും, നമ്മുടെ സിമെന്റ് ഒക്കെ വെച്ച് നമ്മൾ ഒരു ബിൽഡ് ചെയ്ത് വെക്കും. ഇത്രയും സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഷട്ടർ ഒക്കെ ഉണ്ടാകും. ആ ഷട്ടർ ഒക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് അതിലുള്ള പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആയിട്ട്, അതായത് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിന് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ ആ കൈനറ്റിക് എനർജീനെ കണക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ടർബൈൻസ് ഉണ്ടാകും. ആ ടർബൈൻസിനെ കണക്ട് ചെയ്തിട്ട് ജനറേറ്റർ ഒക്കെ എക്സിസ്റ്റ് ചെയ്യും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പഴശ്ശി ഡാം ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ പോയിട്ട് എക്സിബിഷൻ, എന്താ സ്റ്റഡി ടൂറിനൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടാകും അല്ലെ.
part of the runoff, part of the water cycle that flows over land as surface water instead of being absorbed into groundwater or evaporating. നമ്മൾ റൺ ഓഫ് പറഞ്ഞാൽ എന്താ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടറിനെയാണ് റൺ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. That part of the precipitation, snow melt or irrigation water that appears in uncontrolled surface streams, rivers, drains or sewers. അതായത് നമ്മൾ ഇത് ഈ റൺ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് സ്നോ മെൽറ്റ് ചെയ്തിട്ട് അല്ലെ, സ്നോ മെൽറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ വാട്ടറിന്റെ ഫലമായിട്ടാണ് നമുക്ക് റൺ ഓഫ് വാട്ടർ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുക. സ്ട്രീംസിൽ, അരുവികളിലും തോടുകളിലൊക്കെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ ഒരു കമ്പണന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ ഒരു കമ്പണന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ നോക്കാം. ദി കാച്ച്മെന്റ് ഏരിയ ഓഫ് എ ഹൈഡ്രോ plant is the whole area behind the dam draining into a stream or river across which the dam has been built at the suitable place. അപ്പൊ നമ്മൾ എവിടെയാണോ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിന്റെ ആ ഹോൾ ഏരിയ, അതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള അതിന്റെ ഹോൾ ഏരിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ആ പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, കാച്ച്മെന്റ് ഏരിയ എന്നുള്ളത്. Generation of power. The power of a hydro power plant is generally dependent upon the water flow rate and the drop height of the system and on the efficiency of the water turbine, gear mechanism, generator and transformer. എന്തിനൊക്കെയാണ് നമ്മുടെ പവർ ഡിപെൻഡ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈറ്റ് ഓഫ് ദി സിസ്റ്റം, ആ ഒരു ഡാമിന്റെ ഹൈറ്റിന് ഡിപെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഓൺ ദി എഫിഷ്യൻസി ഓഫ് ദ വാട്ടർ ടർബൈന്റെ എഫിഷ്യൻസിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഗിയർ മെക്കാനിസം, ജനറേറ്റർ ആൻഡ് ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങളെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പവർ അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും. AC, alternating current അല്ലെ, is the generating capacity of power plant. It is mainly classified into 3 categories. അപ്പം ഈ കപ്പാസിറ്റി നമുക്ക് എത്രയൊക്കെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതിനെ ആ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഇലക്ട്രിസിറ്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലാർജ്, സ്മോൾ ആൻഡ് മൈക്രോ. Large means capacity is greater than 30 megawatt. 30 മെഗാവാട്ടിന് മുകളിലുള്ള കപ്പാസിറ്റി ഉള്ള ഇലക്ട്രിസിറ്റി പവറിനെ നമ്മൾ ലാർജ് എന്ന് പറയും. സ്മോൾ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഈസ് ഇൻ ബിറ്റ്വീൻ 10 മെഗാവാട്ട് 30 മെഗാവാട്ട്. 10 മെഗാവാട്ടിനും 30 മെഗാവാട്ടിനും ഇടയ്ക്കുള്ളതിന് നമ്മൾ സ്മോൾ എന്ന് പറയും. മൈക്രോ മീൻസ് കപ്പാസിറ്റി ഈസ് ലെസ് ദാൻ 10 മെഗാവാട്ട്. ഓക്കെ, then types of hydroelectric power plant നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ തന്നെ, അതായത് ഡാമും റൺ ഓഫ് റിവറും. അപ്പൊ അതിൽ കൂടുതൽ ഒന്നും കൂടെ പറയുന്നുണ്ട്. Conventional plants use potential energy from the dammed water. The energy extracted depends on the volume and head of the water. The difference between height of water level in the reservoir and the water outflow level is called as water head. അപ്പം കൺവെൻഷണൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ പവർ പ്ലാന്റ്സിന് ഇവിടെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. അതായത് റൺ ഓഫ് വാട്ടറിലുള്ള പവർ പ്ലാന്റ്സും ഉണ്ടാകും, അല്ലെങ്കിൽ ഡാം ആയിട്ടുള്ള പവർ പ്ലാന്റ്സും ഉണ്ടാകും. ഇവിടെ 3 ആയിട്ട് പറയുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഈ കൺവെൻഷണൽ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡാമിനെയാണ് നമ്മൾ കൺവെൻഷണൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കൺവെൻഷണൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാമാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡാം തന്നെയാണ് പറയുന്നത് കേട്ടോ. അതിനൊരു റിസർവോയർ ഉണ്ടാകും, ഡാമിൽ നിന്നുള്ള വാട്ടർ ഉണ്ടാകും. ഓക്കെ, റിസർവോയർ ഉണ്ടാകുന്നതാണ് കൺവെൻഷണൽ പവർ പ്ലാന്റ്സ്. The difference between height of water levels in the reservoir and the water outflow level is called the water head. അപ്പം the energy extracted depends on the volume and head of the water. ഈ ഡാമിൽ ഉണ്ടാകുന്ന അതിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത് അതിന്റെ വോളിയം, റിസർവോയറിന്റെ വോളിയത്തിനെയും പിന്നെ നമ്മൾ പറഞ്ഞു അത് എത്രത്തോളം ഹൈറ്റിലാണ് ഉള്ളത് എന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഹൈറ്റിന് പകരം ഇവര് വേറൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ഓഫ് ദി വാട്ടർ. ഹെഡ് ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി വാട്ടർ ലെവൽ ഇൻ ദി റിസർവോയർ. റിസർവോയറിലുള്ള വാട്ടർ ലെവലിന്റെ ഹൈറ്റും ആൻഡ് ദി വാട്ടർ ഔട്ട്ഫ്ലോ ലെവൽ, അത് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഫ്ലോ ലെവലിനും, അതായത് പുറത്തേക്ക് പോകുമല്ലോ, അതിനൊരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ലെവലും റിസർവോയറിൽ ആ റിസർവോയറിന്റെ ഹൈറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ഹെഡ് ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത്. അതായത് റിസർവോയറിൽ ഉണ്ടാകുന്ന ഹൈറ്റും ഈ വാട്ടർ ഔട്ട്ഫ്ലോ, വാട്ടർ പുറത്തേക്ക് പോകുന്ന ആ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാകുമല്ലോ, ആ ഹൈറ്റ് ഡിഫറൻസിനാണ് ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദി വാട്ടർ. ആ ഹെഡ് ഓഫ് ദി വാട്ടറിനെയും വാട്ടറിന്റെ റിസർവോയറിന്റെ വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത് നമ്മൾ ഡാമിൽ നിന്ന് അല്ലെങ്കിൽ കൺവെൻഷണൽ പ്ലാന്റ്സിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഇലക്ട്രിസിറ്റി, അതിന്റെ പവർ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു.
സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ്. ഈ പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത് അതും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡാം എന്ന് പറയുന്ന അതേ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. പറയാം, ഇൻ പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എ സെക്കൻഡ് റിസർവോയർ ഈസ് കൺസ്ട്രക്റ്റഡ് നിയർ ദ വാട്ടർ ഔട്ട്ഫ്ലോ ഫ്രം ദി ടർബൈൻ. അപ്പം ഈ നമ്മുടെ നേരത്തെ കൺവെൻഷണൽ പ്ലാന്റ്സ് തന്നെയാണ് എന്ത് പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നതും അതിന്റെ ഒരു അണ്ടറിൽ വരുന്നത് തന്നെയാണ്. അതെന്താന്ന് വെച്ചാല് ഒരു റിസർവ് നമുക്ക് കൺവെൻഷണൽ പ്ലാന്റ്സിൽ നമുക്ക് കൂടുതലായിട്ടും കാണുന്ന ഒരൊറ്റ റിസർവോയർ മാത്രമാണ് ഉണ്ടാവുക, അല്ലെ, ഒരൊറ്റ റിസർവോയർ കളക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയർ മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ ഈ പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റിൽ രണ്ട് റിസർവോയർ ഉണ്ടാകും. അതായത് സെക്കൻഡ് റിസർവോയർ ഈസ് കൺസ്ട്രക്റ്റഡ് നിയർ ദ വാട്ടർ ഔട്ട്ഫ്ലോ. അതായത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു റിസർവോയർ, മെയിൻ റിസർവോയറിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയതിനു ശേഷം അത് ടർബൈൻ കറക്കാനായിട്ട് യൂസ് ചെയ്യും, അല്ലെ. ഈ ടർബൈൻ കറക്കി കഴിഞ്ഞാലുള്ള ആ ടർബൈനിൽ പിന്നെ ജനറേറ്റർ ആണ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ടർബൈൻ കറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഈ പുറത്തേക്ക് പോകുന്ന വാട്ടറിനെ പിന്നെ വേറൊരു റിസർവോയറിലേക്ക് കളക്ട് ചെയ്ത് വെക്കും. അത് പാഴാക്കി കളയാതെ അതിന് വേറൊരു റിസർവോയറിലേക്ക് കളക്ട് ചെയ്ത് വെക്കും. അതിനാണ് സെക്കൻഡ് റിസർവോയർ എന്ന് പറയുന്നത്. ആ കളക്ട് ചെയ്തിരിക്കുന്ന വാട്ടർ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് എപ്പോഴാണോ നമുക്ക് ഇലക്ട്രിസിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യം, അപ്പൊ എന്ത് ചെയ്യും, ഈ സെക്കൻഡ് റിസർവോയറിൽ നിന്നും ഈ വാട്ടർ പിന്നെ നമ്മുടെ ഫസ്റ്റ് റിസർവോയറിലേക്ക് പമ്പ് ചെയ്യും. ക്ലിയർ? പമ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു മെക്കാനിസം, ആ ഒരു കൺസ്ട്രക്ഷൻ, ആ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനെയാണ് നമ്മൾ പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. ഒരു സെക്കൻഡ് റിസർവോയർ ഉണ്ടാക്കും. ആ സെക്കൻഡ് റിസർവോയർ എന്ന് പറയുന്നത് ടർബൈൻ്റെ അടുത്തായിരിക്കും. ആ ടർബൈനിൽ പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത വാട്ടർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ ഫസ്റ്റ് റിസർവോയറിലേക്ക് പമ്പ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള പീക്ക് ലോഡ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, പമ്പ് സ്റ്റോറേജ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റൺ ഓഫ് റിവർ പ്ലാന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി നോ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ്. ഒരു ഡാം ഉണ്ടാവില്ല. ആൻഡ് ഹെൻസ് റിസർവോയർ ഈസ് ആബ്സെന്റ്. റിസർവോയർ ഉണ്ടാവില്ല. എ പോർഷൻ ഓഫ് റിവർ ഈസ് ഡൈവേർട്ടഡ് ത്രൂ എ പെൻസ്റ്റോക്ക്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്കൊരു ഒരു റിവർ ഉണ്ടാവുമല്ലോ, ആ റിവറിൽ ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ ഫ്ലോ ചെയ്തിരിക്കുന്ന വാട്ടറിന് കൈനറ്റിക് എനർജിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെൻസ്റ്റോക്ക് ഒരു ഡാമിന്റെ അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റിന്റെ പെൻസ്റ്റോക്കിലൂടെ കടത്തിവിടും. അതിൽ നിന്ന് ഡയറക്റ്റ് അതൊരു ടർബൈനിലേക്ക് പോയി ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതായത് എന്ത് ചെയ്യുന്നില്ല, വാട്ടർ അവിടെ കളക്ട് ചെയ്ത് വെക്കുന്നില്ല. ഒരു ഡാം, ഒരു റിസർവോയർ അവിടെ ഉണ്ടാവില്ല. എപ്പോഴാണോ ഒരു റിവറിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ആ വാട്ടർ ഫ്ലോ ചെയ്യുന്ന അതന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ കൈനറ്റിക് എനർജിനെ എന്തായിട്ട് മാറ്റും, മെക്കാനിക്കൽ എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് റൺ ഓഫ് റിവർ പ്ലാന്റ്. നമ്മൾ റിവറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാതെ അതിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് വാട്ടർ നമ്മൾ എന്തായിട്ട് മാറ്റും, മെക്കാനിക്കൽ എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും. അതാണ് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എ പോർഷൻ ഓഫ് റിവർ ഈസ് ഡൈവേർട്ടഡ് ത്രൂ എ പെൻസ്റ്റോക്ക് ഓർ കനാൽ ത്രൂ ടു ദി ടർബൈൻ. Thus only the water flowing from the river is available for the generation. അപ്പം റിവറിൽ എത്രയാണോ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് റിസർവോയർ എനി ഓവർ സപ്ലൈ ഓഫ് വാട്ടർ ഈസ് ഫാസ്റ്റ് അൺയൂസ്ഡ്. അപ്പൊ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേ അല്ല. അതായത് വാട്ടർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല പവർ കിട്ടും. വാട്ടർ ഇല്ലെങ്കിലോ, അതായത് വെതർ കണ്ടീഷൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. വാട്ടർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ടുള്ള പവർ നമുക്ക് കൂടുതലായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പവർ ഉണ്ടാവുകയില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഡാമിലൊക്കെ ആണെങ്കിലോ കൺവെൻഷണൽ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ് കേട്ടോ. 2016 നമ്മുടെ വേൾഡിലെ എത്രത്തോളം നമ്മുടെ ഏത് രാജ്യമാണ് കൂടുതലായിട്ട് ഇലക്ട്രിക് പവർ യൂസ് ചെയ്യുന്നത്. ചൈനയാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു 7th പ്ലേസിലാണ് ഇന്ത്യ നിൽക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
India contributes 4% of total hydropower energy produced in the world. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 4% ഓഫ് ടോട്ടൽ ഹൈഡ്രോപവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊത്തം വേൾഡിനെ അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4%ഓളം നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യാറ്. നമ്മൾ കൂടുതലായിട്ടും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹൈഡ്രോ പവർ പ്ലാന്റിൽ നിന്നും തന്നെയാണ് അല്ലെ. In India, 25.31% of the total electricity requirement is fulfilled by hydropower energy. As per records of March 2010, 52,186 megawatt of electricity was generated by hydropower. Some institutes such as National Hydropower Corporation Limited are dedicated for researching in hydropower and making it more beneficial and easily available for our country. അപ്പോൾ നമ്മുടെ ഇത് മാനേജ് ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യയിൽ ഇത് മാനേജ് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇന്ത്യ ഇസ് റാങ്ക് 7th വേൾഡ് വൈഡ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രോ പവർ ജനറേഷൻ. അപ്പൊ നമ്മൾ 7th പൊസിഷനിലാണ് നിൽക്കുന്നത്. First hydro power plant was constructed at Mysore in 1902, named as Shivasamudram, having capacity 4.5 megawatt. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത പവർ പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ, ഹൈഡ്രോ പവർ പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ ശിവസമുദ്രമാണ്, അറ്റ് മൈസൂർ 1902. Okay, then second hydropower plant was constructed at Maharashtra in 1914, named as Kopolo, having capacity 50 megawatt. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.5 മെഗാവാട്ടും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 50 മെഗാവാട്ടും ആണ്. ഹൈഡ്രോ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ in 1947 is equal to 500 മെഗാവാട്ട്. 1947 നമ്മുടെ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 500 മെഗാവാട്ട് ആയിരുന്നു. ഓക്കെ, then advantages of hydroelectric. Efficient ആണ്, for startup ആണ്, clean renewable energy. Efficient means the most efficient method of power generation, more than 80%. അല്ലെ, നമുക്ക് more efficient ആയിട്ടുള്ള ഒരു പവർ ജനറേഷൻ മെത്തേഡ് ആണെന്ന് പറയാം. For startup in matter of minutes, suitable to during low peak supply. ഇപ്പം പെട്ടെന്ന് നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെ, സ്റ്റാർട്ടപ്പ് മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ക്ലീൻ റിന്യൂവബിൾ എനർജി അല്ലെ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ റിന്യൂവബിൾ എനർജി ആണ്. ഡയറക്ട് വേഴ്സ് വേസ്റ്റ് ആൻഡ് കാർബൺ എമിഷൻ ഡ്യൂറിംഗ് പവർ ജനറേഷൻ. പവർ ജനറേഷൻ സമയത്ത് കാർബൺ എമിഷനോ അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അഡ്വാൻറ്റേജസ് പറയുന്നത് നോ ഫ്യൂവൽ ചാർജസ് വേണ്ട അല്ലെ, റിന്യൂവബിൾ ആണ്, നാച്ചുറൽ ഫ്യൂവൽ ആണ്. ഓക്കെ, ലെസ് സൂപ്പർവൈസിംഗ് സ്റ്റാഫ് ഈസ് റിക്വയർഡ്. സൂപ്പർവൈസിംഗ് സ്റ്റാഫ്സ്, അതിന്റെ എംപ്ലോയീസ് ഒക്കെ നമുക്ക് കുറച്ചാൾ മതി. മെയിൻ്റനൻസ് ആൻഡ് കോർപ്പറേഷൻ ചാർജസ് ആർ വെരി ലോ. റണ്ണിംഗ് കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ഈസ് ലോ. ദ പ്ലാന്റ് എഫിഷ്യൻസി ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ഏജ്. It takes few minutes to run and synchronize the fans. അപ്പൊ കുറച്ച് സമയം മാത്രം മതി ഓക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ ഇസ് റിക്വയർഡ്. ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, വാട്ടർ ആണ് ഒരു ഫ്യൂൽ എന്ന് പറയുന്നത്. ഫ്യൂവൽ ഒന്നൊരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ആ ഫ്യൂവൽ എവിടെയാണ് അവിടെ തന്നെയാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. നോ ആഷ് ആൻഡ് ഫ്ലൂ ഗ്യാസ് പ്രോബ്ലംസ് ആൻഡ് ഡസ് നോട്ട് പൊല്യൂട്ട് അറ്റ്മോസ്ഫിയർ. നേരത്തെ പറഞ്ഞു, ഒരു പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ദീസ് പ്ലാന്റ്സ് ആർ അല്ലെ, അതായത് കത്തലോ അങ്ങനത്തെ ബേണിങ്സ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെയുള്ള ഗ്യാസ് എമിഷൻസ് ഒന്നും ഉണ്ടാവില്ല. ദീസ് പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഫോർ ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഇറിഗേഷൻ പർപ്പസ്. ഫ്ലഡ് കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ഡാം അല്ലെ, നമ്മൾ കൂടുതൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലഡ് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലോങ് ലൈഫ് ഇൻ കമ്പാരിസൺ വിത്ത് തെർമൽ ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിന് തെർമൽ പവർ പ്ലാന്റിനൊക്കെ അപേക്ഷിച്ച് എന്താണ്, ലോങ് ലൈഫ് ആണ്. ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഡിസഡ്വാൻറ്റേജസ് ആർ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ പവർ പ്ലാന്റ് ഈസ് വെരി ഹൈ. കോസ്റ്റ് കുറവാണ്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറവാണെങ്കിൽ പോലും ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രാവശ്യം കൺസ്ട്രക്ട് ചെയ്താൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. takes long time for construction of dam കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് കൂടുതൽ വർഷങ്ങളൊക്കെ എടുക്കേണ്ടി വരും അല്ലെ. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, അതിന് കൂടുതലായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട്. Generally such plants are located in hilly areas far away from load center and thus they require long transmission lines and loss in them will be more. പിന്നെ എന്താ വെച്ചാൽ കൂടുതലും ഹില്ലി ഏരിയാസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറെ വയേഴ്സ്, അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഭാഗത്തേക്ക് എത്തിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതിനുവേണ്ടി കുറെ ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ ജനറേറ്റ് ചെയ്ത പവർ ഇവിടെ വരെ എത്തിക്കുമ്പോഴേക്കും ആ ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ നമുക്ക് കുറെ ഒക്കെ എനർജി ലോസ് ആയിട്ട് പോകാനുള്ള കുറച്ച് ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പവർ ജനറേഷൻ ബൈ ഹൈഡ്രോ പവർ പ്ലാന്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് റെയിൻ
Therefore, at the time of drought or summer session, the hydropower plant will not work. നമ്മൾ പറയുന്ന പോലെ തന്നെ വെള്ളത്തിന്റെ ക്ഷാമമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഹൈഡ്രോ പവർ പ്ലാന്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. സമ്മർ സീസണിലൊക്കെ കളക്ട് ചെയ്ത വാട്ടർ ഉള്ളത് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലായിട്ട് വരൾച്ചയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതുപോലെ അതൊക്കെ തന്നെയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് സിവിൽ വർക്ക്സ് റിക്വയർഡ് ടു ബിൽഡ് ഡാം ആൻഡ് പവർ ഹൗസ്, unpredicted power output in several places due to weather and season. Turbines are life-threatening for fishes. Turbines എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ടർബൈൻസ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ടർബൈൻസ് കറങ്ങുന്നത് അതായത് ഫിഷസിന്റെ ഒക്കെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് പറയാം. ഫിഷസിന്റെ ഒക്കെ ജീവന് അപകടകരമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പഠിച്ചു വെക്കുക, വർക്കിംഗ് പഠിച്ചു വെക്കുക, ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. റഫ് സ്കെച്ച് ഒക്കെ ഒരു ഹൈഡ്രോ പവർ പ്ലാന്റിൽ എന്തൊക്കെ കമ്പോണൻസ് ഉള്ളതെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ.